പൈസീസ് ഓഗസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൊണ്ടുവരുത്തുന്നുണ്ട്. എക്ലിപ്സ് സീസണാണ്, എക്ലിപ്സിൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ടും എനിക്ക് തോന്നുന്നത് എനർജി കുറേ ഹൈ ആണ് ഈ മാസം. അതുമാത്രമല്ല, പാസ്റ്റിൻ്റെ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പേഴ്സൻ്റെ ശരിയായ ഇൻറ്റൻഷൻസ് എന്താണ്, എന്തായിരിക്കും ഫ്യൂച്ചർ ഇവിടെ, അതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസത്തിന് വേണ്ടിയിട്ട്, ആൻഡ് എന്താണ് ഈ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻസ്, നമ്മൾക്ക് ഈ റീഡിങ്ങിൽ അത് നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പോൾ പൈസീസ്, ഇത് നിങ്ങളുടെ ഓഗസ്റ്റ് മെസ്സേജസ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഇത് പൈസീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാ മെസ്സേജസ് ചിലപ്പോൾ ബാധിക്കില്ല. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ആൻഡ് അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ഞാനിവിടെ കാണുന്നത് പൈസീസ് ഓഗസ്റ്റ് മാസം നിങ്ങൾ കുറേ ഒരു പ്രാക്ടിക്കൽ എനർജിയിലാണ്. യൂഷ്വലി പൈസീസ് കുറച്ചുകൂടിയും ഒരു ഇമോഷണൽ സൈഡിലാണ് എപ്പോഴും കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, എന്തെങ്കിലും ചെയ്യുമ്പോൾ കൂടുതലൊരു ഇമോഷണൽ എനർജിയാണ് കാണുന്നത്. പക്ഷേ ഈ മാസം നിങ്ങൾ പ്രാക്ടിക്കൽ എനർജിയിലാണ്. ഇമോഷണലി അത്ര നിങ്ങൾ ഓപ്പൺ ആയിരിക്കില്ല ഈ മാസം. മേ ബി പ്രാക്ടിക്കൽ കാര്യങ്ങൾ ഉണ്ടായോണ്ടായിരിക്കാം. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ചില വീട്ടിൻ്റെ കാര്യങ്ങൾ, അതിലാണ് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇമോഷണലി നിങ്ങൾ ആക്ച്വലി കുറച്ചൊരു ഡിസ്കണക്റ്റഡ് ആണ് വേറെ ആൾക്കാരുടെ അടുത്തുനിന്നും. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കാണാം, ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ എല്ലാവരുടെയും കൂടെ കുറച്ചൊരു ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ വെക്കണത്. ഇതെന്തുകൊണ്ടാണ്? അതല്ല വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യണ എനർജി ആവാം. നിങ്ങൾ പഠിക്കുകയാണ് വെച്ചാൽ, ഇല്ല വെച്ചാൽ എന്തെങ്കിലും റീസേർച്ച് ചെയ്യണ എനർജി ആവാം. പുതിയ എന്തോ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ റീസേർച്ച് ചെയ്യണു. ഇല്ല വെച്ചാൽ ഏതോ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കൂടുതൽ അറിവ് വേണം, എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ വേണം വെച്ചാൽ നിങ്ങൾ അതിൻ്റെ എന്തോ റീസേർച്ച് ചെയ്യണു. അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു ഫോക്കസ്ഡ് എനർജിയാണ്. അപ്പോൾ ഈ ഹെർമിറ്റ് എനർജി എന്തുകൊണ്ടാണ് ഇവിടെ? കുറേ അറ്റൻഷൻ നിങ്ങളുടെ മുകളിലുണ്ട്. ഓക്കെ, നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് തന്നെ കുറേ സ്പോട്ട് ലൈറ്റ് നിങ്ങളുടെ മുകളിലാണ്. കുറേ സക്സസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഈ മാസം നല്ല ഒരു സമയമാണ്. നിങ്ങൾക്ക് കുറേ അവാർഡ്സ് കിട്ടണ എനർജിയുമുണ്ട്, കുറേ റെക്കഗ്നിഷൻ കിട്ടണ എനർജിയുണ്ട്. അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ പ്രൊഫഷണലി ഡിസ്കസ് ചെയ്യാനുണ്ടാവും. കുറേ ഓഫേഴ്സ് വരുന്നുണ്ടാവും. കുറേ ആൾക്കാർ നിങ്ങളുടെ അഡ്വൈസിന് വേണ്ടിയിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊരു ഐസൊലേറ്റഡ് ആയിരിക്കണത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും അറ്റൻഷൻ, ഇത്രയും എന്താ പറയുക, സ്പോട്ട് ലൈറ്റിൽ ഉണ്ടാവുന്നതൊക്കെ കുറച്ചൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ ഞാൻ കാണുന്നത് ഇവിടെ ഒരു ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അത് മാത്രമല്ല, ഇത് നിങ്ങളുടെ തന്നെ എനർജി ആവാം. ഒരു കോൺഫിഡൻറ്റ് എനർജിയാണ് ഇത്. അപ്പോൾ ഇവിടെ ഞാനൊരു ഡിവൈൻ കപ്പിളുടെ എനർജിയാണ് കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. ഇവിടെ ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. ഇല്ല വെച്ചാൽ ചിലവർക്ക് ഓൾറെഡി റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഒരു കുട്ടി ഉണ്ടാവണ എനർജി ഉണ്ട്, ഫാമിലി എനർജി ഉണ്ട്. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ റിലേഷൻഷിപ്പിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു പാസ്റ്റ് എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, ഇല്ല വെച്ചാൽ ചൈൽഡ്ഹുഡ് കുട്ടിക്കാലത്ത് നിങ്ങളുടെ ചില മെമ്മറീസ്, നിങ്ങളുടെ കസിൻസിനെ മീറ്റ് ചെയ്യുക, ഇല്ല വെച്ചാൽ പഴയ സ്കൂൾ, കോളേജ് അവിടെ പോവുക, അങ്ങനത്തെ എനർജിയാണ് കാണുന്നത്. എന്തോ ഒരു പാസ്റ്റിൻ്റെ എനർജി കാണാണ്ട്. പക്ഷേ ഇവിടെ കുറേ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, നിങ്ങളുടെ ഫാമിലി ഉണ്ടെങ്കിൽ ഞാൻ കാണുന്നത് കുറേ സ്ട്രെസ് ഉണ്ടായിരുന്നു.
കുറേ ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കുറേ ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ചിലവർക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വന്നുകൊണ്ട് ഒരു ആങ്സൈറ്റി ആയിരിക്കാം. അപ്പോൾ ഞാൻ കാണുന്നത് കുറച്ചൊരു ടെൻഷൻ ഉള്ള എനർജി ആയിരുന്നു പാസ്റ്റിൽ. കുറേ ഓവർ തിങ്കിങ്ങിൻ്റെ എനർജിയുമുണ്ട്. അതെന്താ വെച്ചാൽ ഈ പേഴ്സൺ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഏതൊരു പേഴ്സണെ മീറ്റ് ചെയ്തു, ആ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ ഒരു നല്ല ഒരു കണക്ഷൻ ഉണ്ടായി. നല്ല ഒരു പാഷൻ ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളൊരു ഡിവൈൻ കപ്പിളാണ്, കമ്പാറ്റബിൾ എനർജി ഉണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഒരു സ്ഥിരത ഇല്ല അവരുടെ ഉള്ളിൽ. അവരെപ്പോഴും ഇങ്ങനെ വന്ന് പോവും, അങ്ങനെ ഒരു എനർജിയാണ് കാണുന്നത്. ഈ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിൻ്റെ പേഴ്സണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ മുമ്പേ കൂട്ടി തന്നെ അറിയാം. പക്ഷേ ഈ പേഴ്സൺ ഒരിക്കലും ലൈഫിൽ ഒരു സ്റ്റേബിൾ എനർജി അല്ല കൊണ്ടുവരണേ. ഇടയ്ക്ക് മെസ്സേജ് ചെയ്യും, പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് ഡിസപ്പിയർ ആവും, കാണാണ്ടേ ആവും, ഒന്നും മെസ്സേജ് ഇല്ല, കോൾ ഇല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇത്രയും ആങ്സൈറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഈ മാസം നിങ്ങൾ എല്ലാവരുടെയും അടുത്തുനിന്നും കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുകയാണ്. എന്താ വെച്ചാൽ മേ ബി ഈ ആങ്സൈറ്റി, ഈ സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് കുറേ മെൻ്റലി എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നുന്നുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ മാസം ഒരു ബ്രേക്ക് എടുക്കണേ. ഫ്യൂച്ചർ ആകുമ്പോഴേക്കും ഞാൻ കാണുന്നത് നിങ്ങൾ ഏതോ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിന് കട്ട് ഓഫ് ചെയ്യണു. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ബ്രേക്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്കും ഒരു എന്താ പറയുക, ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയി നിങ്ങളുടെ. പിന്നെ നിങ്ങൾക്കും മനസ്സിലാവാൻ തുടങ്ങിയത് ഈ പേഴ്സൺ സ്റ്റേബിൾ അല്ല, എനിക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ കാണുന്നത് ഫ്യൂച്ചറിലും നിങ്ങളുടെ ലൈഫിൽ ചില റൊമാൻറ്റിക് മെസ്സേജസ് ഒക്കെ ഉണ്ട്. ചില ആൾക്കാർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കണു, ഡേറ്റിനൊക്കെ ചോദിക്കണു. പക്ഷെ നിങ്ങളെവിടെയോ ഒരു ഹീലിംഗ് എനർജിയിലാണ്, ആരുടെയും കൂടെ അങ്ങനെ പുറത്തൊന്നും പോകണില്ല, കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിൽ തന്നെയാണ്. പക്ഷേ ചിലവരെ നിങ്ങൾ കട്ട് ഓഫും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിന്. എസ്പെഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാർ നിങ്ങൾ അവരെ ലെറ്റ് ഗോ ചെയ്യാണ്. അപ്പോൾ എന്താണ് ചാലഞ്ച് നിങ്ങൾക്ക് ഈ മാസം? നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം എന്താ വെച്ചാൽ നൈറ്റ് ഓഫ് സോഡ്സ്. ഇതൊരു ഇമ്പൾസീവ് റെസ്റ്റ്ലെസ് എനർജിയാണ്, പക്ഷേ ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവുന്ന എനർജിയുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറച്ചൊരു ഇംബാലൻസ് ആണ് കാണുന്നത്. ഞാൻ ചിലവരുടെ അടുത്തുനിന്ന് നിങ്ങൾ കുറച്ചൊരു, ഞാൻ പറഞ്ഞ മാതിരി ഡിസ്റ്റൻസ് വെക്കുകയാണ്. എന്താ വെച്ചാൽ അവർ കുറേ നെഗറ്റീവ് എനർജീസാണ് കൊണ്ടുവരണേ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്തുനിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചാലഞ്ചാണ്. എന്താ വെച്ചാൽ ഇതൊക്കെ ഇമോഷണലി നിങ്ങളെ കുറേ എഫക്റ്റ് ചെയ്യണു. എന്താണ് അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അഡ്വൈസ് ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ സാബോട്ടാജ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാം ചില സിറ്റുവേഷൻസ് നല്ലതല്ല എന്ന്, അത് അറിഞ്ഞിട്ട് അതിനെ എൻകറേജ് ചെയ്യരുത്. എസ്പെഷ്യലി നിങ്ങൾ മാരിഡ് ആണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റേബിൾ ഫാമിലി ലൈഫ് ഉണ്ടെങ്കിൽ ചില ടെംപ്റ്റേഷൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇല്ല ഒരു നല്ല ഫാമിലി ലൈഫാണ്, നല്ലൊരു സ്റ്റേബിൾ എനർജിയാണ്, അതിനെ വെറുതെ നിങ്ങൾ തകർക്കരുത്. അപ്പോൾ എന്തോ ഒരു ക്ലാരിറ്റി വേണം. ആൻഡ് ടെംപ്റ്റേഷൻസ് ഉണ്ടാവും, പക്ഷേ അവിടെ കുറച്ച് സൂക്ഷിക്കണം. അതാണ് നിങ്ങളുടെ അഡ്വൈസായിട്ട് വരണേ. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ കാണുന്നത് ഒരു ഇമോഷണൽ എനർജിയാണ്, പക്ഷേ ഒരു സിറ്റുവേഷനിൽ ഇൻറ്റർഫിയറൻസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി എസ്പെഷ്യലി നിങ്ങൾ മാരിഡ് ആണ്, റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിന് തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കുറച്ചൊരു നിങ്ങളുടെ മനസ്സിലൊരു ടെംപ്റ്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഈ പേഴ്സൺ ആൻഡ് നിങ്ങളുടെ കമ്പാറ്റബിലിറ്റി കുറേ സ്ട്രോങ് ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് കുറച്ച് സൂക്ഷിക്കാനാണ് ഇവിടെ പറയണേ. എന്താ വെച്ചാൽ ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറേ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇത് സ്റ്റേബിൾ എനർജിയും അല്ല ഈ പാസ്റ്റിൻ്റെ പേഴ്സൺ. അപ്പോൾ എന്താണ് ഔട്ട്കം? നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് കാണുന്നത്. ഞാൻ ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷേ അത് ഒരു ബിട്രിയലിലാണ് എൻഡ് ചെയ്യണേ. അപ്പോൾ എന്തോ ഒരു പുതിയ തുടക്കവും ഉണ്ട്, അതിനൊരു എൻഡിങ്ങും ഉണ്ട്. നിങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ട്, ഇത് ഞാൻ ലെറ്റ് ഗോ ചെയ്താൽ എന്താവും എന്ന്. പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ക്ലിയറായി വരുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് സൂക്ഷിക്കാനാണ് പറയണേ. എന്താ വെച്ചാൽ മേ ബി ഈ വരാൻ പോണ പേഴ്സൺ ഒരു സ്റ്റേബിൾ പേഴ്സൺ അല്ല. അപ്പോൾ ഇവിടെ ഒറക്കിൾ മെസ്സേജ് പറയണത് യെസ് എന്നാണ്.
ഗെറ്റ് മോർ ഇൻഫർമേഷൻ. അപ്പം ഞാൻ പറഞ്ഞത് അതൊരു കൺഫർമേഷൻ യൂണിവേഴ്സ് തരുന്നുണ്ട്, അത് യെസ് ഇത് ഉണ്ടാവാൻ പോകുന്നുണ്ടെന്ന്. ആൻഡ് യൂണിവേഴ്സ് പറയണത് ഗെറ്റ് മോർ ഇൻഫർമേഷൻ ആണ്. അപ്പം എന്തും തീരുമാനം എടുക്കണ മുമ്പേ കുറച്ചുകൂടി ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. അപ്പോൾ ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് എന്താണ്? മെസ്സേജ് വരണത് the trail blazer, you have dreamt it, now dare to plan it, the world is waiting, this is your sign to choose expansion over comfort and adventure over hesitation. അപ്പോൾ യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ ഹെസിറ്റേറ്റ് ചെയ്യരുത്, മുമ്പോട്ടേക്ക് പോവാ ലൈഫിൽ, പക്ഷേ സൂക്ഷിച്ചിട്ട് വേണം. എന്താ വെച്ചാൽ നിങ്ങൾ എടുക്കണ തീരുമാനം നിങ്ങളുടെ ഫ്യൂച്ചറിനെ അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പെയ്ഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ തിരിച്ചു വരും ഞാൻ വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.